പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പിൽ പോര് രൂക്ഷം. കമന്റ് ഡിജിറ്റൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് തർക്കം. പാർട്ടി നേതാക്കൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം ചോദ്യം ചെയ്തതാണ് തർക്കത്തിന് കാരണം. നടപടി ചോദ്യം ചെയ്തവരെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. ഡിജിറ്റൽ മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനായിരുന്ന മുഹമ്മദ് ഇക്ബാലിനെ ഗ്രൂപ്പിൽ നിന്നും ഒഴിവാക്കി. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാറ്റുകൾ റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപ്പാൽ, ഈ സൈബർ ഗ്രൂപ്പിലെ ഒരു വിഭാഗത്തെ കൊണ്ട് കോൺഗ്രസ് പൊറുതിമുട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ? അരുൺകുമാർ, കോൺഗ്രസിലെ സൈബർ പടയാളികളെ കൊണ്ട് കോൺഗ്രസ് നേതൃത്വം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. കാരണം സംസ്ഥാന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയൊക്കെ പരസ്യമായ വെല്ലുവിളികൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ ചില സൈബർ പോരാളികൾ നടത്തും. അതൊക്കെ തലവേദനയാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് KPCC ഡിജിറ്റൽ മീഡിയയുടെ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുന്ന കമന്റ് ഡിജിറ്റൽ മീഡിയ എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചില തർക്കങ്ങൾ, ഇങ്ങനെയുള്ള സൈബർ ആക്രമണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിന്റെ പ്രധാന അഡ്മിൻ തന്നെ രംഗത്തെത്തുന്നത്. മുഹമ്മദ് ഇക്ബാൽ അടക്കമുള്ള ചിലർ അത് ചോദ്യം ചെയ്തു, വിമർശനം ഉന്നയിച്ചു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവരെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വലിയ തർക്കങ്ങൾക്ക് സാഹചര്യമൊരുക്കി. പിന്നീട് തുടർച്ചയായി പോരാട്ടമാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സൈബർ പോരാളികൾക്ക്. ഇവർ പലരും ഇൻകാസിന്റെയും ഒയാസിസിന്റെയും ഒക്കെ പ്രധാന പദവികളിൽ ചുമതലകൾ നിർവഹിക്കുന്നവരാണ്. അവരാണ് തമ്മിൽ തല്ലുന്നത്. ഇത് നിയന്ത്രിക്കാനാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നുമില്ല. ഇതിന്റെ ചുമതല, ഡിജിറ്റൽ മീഡിയയുടെ ചുമതല VT ബൽറാമിനാണ്. VT ബൽറാമിന്റെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ മീഡിയ സെൽ ഓരോ കണ്ടന്റുകൾ തയ്യാറാക്കും. ആ കണ്ടന്റുകൾ ഈ കമന്റ്സ് ഗ്രൂപ്പ് വഴി പുറത്തേക്ക് ഓരോ സംസ്ഥാനങ്ങളിൽ, ഓരോ രാജ്യങ്ങളിലുള്ള കോൺഗ്രസ് സൈബർ പോരാളികൾക്ക് കൈമാറുക, മറ്റു വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൈമാറുക എന്നതാണ് ചുമതല. ഇവിടെ ഓരോ പുതിയ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ നടക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, അബിൻ വർക്കി, മറ്റ് KPCCയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ഭാരവാഹികൾ, അതിനു പുറമെ KPCCയുടെ മീഡിയ ചുമതലയുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഈ ഗ്രൂപ്പിലുണ്ട്. ഏതാണ്ട് 300-ലേറെ വരുന്ന സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളായ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അടങ്ങുന്ന യുവ നേതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. അവിടെയാണ് തർക്കം മുറുകുന്നത്. അത് നേതാക്കളുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഈ തർക്കത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാന കാരണം ഈ സൈബർ ആക്രമണത്തെ ചോദ്യം ചെയ്തതാണ്. അതിൽ മുഹമ്മദ് ഇക്ബാൽ എന്ന ഒയാസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അത് തർക്കം കൂടുതൽ ശക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. എന്താണല്ലേ സൈബർ ഗ്രൂപ്പിലൊക്കെ വളരെ മുതിർന്ന നേതാക്കളെ, അധ്വാനം കൊണ്ടും ജനങ്ങൾക്കിടയിലും ഒക്കെ ഇറങ്ങി പ്രവർത്തിച്ച കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ചില കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിലൊക്കെ പ്രവർത്തിക്കുന്ന സൈബർ പോരാളികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതാണ് അവസ്ഥ. ആ സൈബർ ഗ്രൂപ്പിന്റെ പിടിയിലാണ് KPCC നേതൃത്വം ഇപ്പോൾ വലഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് റോഷി പ്രേക്ഷകരോട് വിശദീകരിച്ചത്.